السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحم إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച നന്മകളിൽ ഏറ്റവും മഹത്തരമായത് അത്തൗഹീദാണ്. അല്ലാഹു നമ്മോട് വിലക്കിയ തിന്മകളിൽ ഏറ്റവും ഗുരുതരമായത് ശിർക്കാണ് എന്ന വാചകങ്ങളാണ് കഴിഞ്ഞയാഴ്ച ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ-ഉസൂലു സലാസ എന്ന ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ വിശദീകരിച്ചത്. വഅഅ്ളമു മാ അമറ അല്ലാഹു ബിഹി അത്തൗഹീദ്. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും മഹത്തരമായത് തൗഹീദാണ്. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ? ഹുവ ഇഫ്റാദുല്ലാഹി തആല ബിൽ ഇബാദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് കൊണ്ട്, എന്താണ് ഇഫ്റാദുല്ലാഹ് എന്ന് പറഞ്ഞാൽ? ഏകനാക്കുക. ഇബാദത്ത് അല്ലാഹുവിന് മാത്രം തനിച്ചാക്കി നൽകുക, അതാണ് തൗഹീദ്. തൗഹീദിന്റെ നിർവചനമാണ് അവിടെ ശൈഖ് ലളിതമായി പറഞ്ഞത്. വഅഅ്ളമു മാ നഹാ അൻഹു അശ്ശിർക്ക്. അല്ലാഹു വിലക്കിയ തിന്മകളിൽ ഏറ്റവും ഗുരുതരമായത് ശിർക്കാണ്. എന്താണ് ശിർക്കിന്റെ താരീഫായി അവിടെ പറഞ്ഞത്? വഹുവ ദഅവതു ഗൈരിഹി മഅഹു. അല്ലാഹുവോടൊപ്പം അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് തേടുക, ദുആ ചെയ്യുക എന്നതാണ്. ഇനി ഈ രണ്ട് വാചകത്തിനും നമ്മുടെ കിതാബിന്റെ ഈ റിസാലയുടെ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഓരോ വാചകങ്ങൾക്ക് ശേഷവും ശൈഖ് തെളിവ് കൊണ്ടുവരുന്നു എന്ന പ്രത്യേകത ഇവിടെ നമുക്ക് കാണാം. ഈ രണ്ട് വാചകങ്ങൾ പറഞ്ഞതിന് ശേഷം വദ്ദലീലു ഖൗലുഹു തആല, ഈ പറഞ്ഞതിനുള്ള ദലീൽ, തെളിവ് അല്ലാഹുവിന്റെ വാക്കാണ്. എന്താണത്? സൂറത്തു നിസായിലെ 36-ാമത്തെ ആയത്താണത്. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. അവിടെ വഅബ്ദുല്ലാഹ് എന്ന ഭാഗത്ത് അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും മഹത്തരമായത് തൗഹീദാണ് എന്നതിനുള്ള തെളിവുണ്ട്. വഅബ്ദുല്ലാഹ് ഐ യുവഹിദുല്ലാഹ്. ഖുർആനിൽ എവിടെ ഇബാദത്ത് എന്ന പദം കണ്ടോ അവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞത്? അല്ലാഹുവിന് മാത്രം എന്ന അർത്ഥം അവിടെ ലഭിക്കും. വഅബ്ദുല്ലാ എന്ന് പറഞ്ഞാൽ യുവഹിദുല്ലാഹ്, അല്ലാഹുവിന് മാത്രം നിങ്ങൾ ഇബാദത്ത് നൽകണം എന്ന കൽപ്പനയുണ്ട് ഈ ആയത്തിൽ. വഅബ്ദുല്ലാഹ്. അപ്പൊ തൗഹീദ് കൽപ്പിച്ചു എന്നുള്ള തെളിവ് അവിടെയുണ്ട്. അഅ്ളമു മാ അമറ അല്ലാഹു ബിഹി അത്തൗഹീദ് എന്ന വാചകത്തിനുള്ള തെളിവ് വഅബ്ദുല്ലാഹ് എന്ന വാചകത്തിലുണ്ട്. ബാക്കി എന്താണ്? വലാ തുശ്രികൂ ബിഹി ശൈആ. നിങ്ങൾ അല്ലാഹുവിനോട് യാതൊന്നിനോടും പങ്കു ചേർക്കരുത്, ശിർക്ക് വെക്കരുത് എന്ന വാചകത്തിൽ എന്തിനുള്ള തെളിവുണ്ട്? വഅഅ്ളമു മാ നഹാ അൻഹു അശ്ശിർക്ക്. അല്ലാഹു വിലക്കിയ കാര്യങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ശിർക്കാണ് എന്നതിനുള്ള തെളിവും ഉണ്ട്. അപ്പൊ വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ എന്ന വാചകത്തിൽ അല്ലാഹു തൗഹീദ് കൊണ്ട് കൽപ്പിക്കുന്നുമുണ്ട്, ശിർക്കിനെ വിലക്കുന്നുമുണ്ട്. വഅബ്ദുല്ലാഹ് എന്നിടത്ത് തൗഹീദിനെ കൽപ്പിക്കുന്നു, വലാ തുശ്രികൂ ബിഹി ശൈആ എന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിനെ വിലക്കുകയും ചെയ്യുന്നു.
ഇനിയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല നമ്മുടെ കിതാബിന്റെ പ്രസക്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. അൽ ഉസൂലു സലാസ എന്ന കിതാബിന്റെ കാതലായ വശത്തിലേക്ക് ഷെയ്ഖ് ഇനിയാണ് പ്രവേശിക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഉസൂലു സലാസ ചർച്ച ചെയ്യാൻ ആരംഭിക്കുന്നത്. ബാക്കി വായിച്ചാ മോനെ, ഇവിടെ അല്ലേ അബ്ദുൽ അസീസ് ഭായ്, ആരെങ്കിലും ഒരാൾ വായിക്കും. അയ്യോ ഫഇദാ ഖീല ലക, ഒരാൾ വായിക്കും, ഒരാള് ഫദ്ദൽ. فقل أيوة فإذا قيل لك ما الأصول الثلاثة التي ما الأصول أين نوايكرد ما الأصول الثلاثة التي يجب على الإنسان معرفتها. ഇവിടെ ഉസൂലു സലാസ ഷെയ്ഖ് ആരംഭിക്കുന്നത് ഒരു ചോദ്യ രൂപത്തിലാണ്. ചോദ്യം ചോദിക്കുന്നു, എന്നിട്ട് ഉത്തരം പറയുന്നു. അത് ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബുകളുടെ മറ്റൊരു പ്രത്യേകതയാണ്. കാര്യങ്ങൾ ഇങ്ങനെ നീട്ടിപ്പരത്തി പറയുന്നതിനപ്പുറത്ത് ഒരു ചോദ്യം ഉന്നയിക്കുന്നു, എന്നിട്ട് അതിന് ഉത്തരം നീ ഇങ്ങനെ പറയണം എന്ന് പറയുമ്പോൾ അത് വായിക്കുന്ന പഠിക്കുന്ന പഠിതാക്കൾക്ക്, അനുവാചകർക്ക് അവരുടെ ശ്രദ്ധ പെട്ടെന്ന് പതിയാൻ കാരണമാകും. കാര്യങ്ങൾ ഇങ്ങനെ മസാലകൾ ഇങ്ങനെ ചർവണം നടത്തുന്നതിനപ്പുറത്ത് ചോദ്യം ചോദിക്കുകയും അതിനുത്തരം ഇതാണ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആളുകളുടെ ശ്രദ്ധ കൂടുതൽ ആകർഷിക്കും, പഠിക്കാനും ഓർത്തു വെക്കാനും എളുപ്പമുണ്ടാകും. ഫഇദാ ഖീല ലക, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, മൽ ഉസൂലു സലാസതു ലത്തി യജിബു അലൽ ഇൻസാനി മഅരിഫതുഹാ, ഒരു മനുഷ്യനുമേൽ നിർബന്ധമായും അറിഞ്ഞിരിക്കൽ അനിവാര്യമായ മൂന്നടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ. എന്താണ് ആ ചോദ്യത്തിന്റെ അർത്ഥം? മൽ ഉസൂലു സലാസ, ഏതൊക്കെയാണ് മൂന്നടിസ്ഥാനങ്ങൾ? എങ്ങനെയുള്ള മൂന്നടിസ്ഥാനങ്ങൾ? അല്ലത്തി യജിബു അലൽ ഇൻസാനി മഅരിഫതുഹാ, മനുഷ്യനെ അറിയൽ, മനസ്സിലാക്കിയിരിക്കൽ നിർബന്ധമായിട്ടുള്ള മൂന്നടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ ഫഖുൽ, നീ പറയണം, മഅരിഫത്തുൽ അബ്ദി റബ്ബഹ, ഒരടിമ തന്റെ റബ്ബിനെ അറിയലാണ്. അതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. വദീനഹു, രണ്ടാമതായി തന്റെ ദീനിനെ അവൻ മനസ്സിലാക്കണം. മൂന്നാമതായി വനബിയഹു മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തന്റെ നബിയായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവൻ മനസ്സിലാക്കണം. ഇതാണ് ഓരോ മനുഷ്യനും അറിയൽ നിർബന്ധമായിട്ടുള്ള മൂന്നടിസ്ഥാനങ്ങൾ. ഈ മൂന്നടിസ്ഥാനങ്ങളെ പറ്റിയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഈ ഗ്രന്ഥത്തിന് അൽ ഉസൂലു സലാസ എന്ന് പേര് നൽകിയത്. അള്ളാഹുവിനെ അറിയുക, ഇസ്ലാം ദീനിനെ അറിയുക, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക. എന്തുകൊണ്ടാണ് ഈ മൂന്നടിസ്ഥാനങ്ങൾ ഈ കിതാബിൽ ചർച്ച ചെയ്തത്? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. കുല്ലുദ്ദീനി ഖായിമുൻ വമബ്നിയുൻ അലാ ഹാദിഹിൽ ഉസൂലി സലാസ, ദീനിന്റെ ആകത്തുക ഈ മൂന്നടിസ്ഥാനങ്ങളിൽ നിലകൊള്ളുന്നു. നമ്മുടെ ദീൻ അത് പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത് ഈ മൂന്നടിസ്ഥാനങ്ങൾക്കുമേലാണ്. അള്ളാഹുവിനെ അറിയുക, ദീനുൽ ഇസ്ലാമിനെ അറിയുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക എന്ന മൂന്നടിസ്ഥാനങ്ങൾക്കുമേലാണ് ദീൻ പടുത്തുയർത്തപ്പെട്ടിട്ടുള്ളത്. ഈ മൂന്നടിസ്ഥാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മുടെ ജീവിതം കൊണ്ടുള്ള പരീക്ഷണം. അല്ലദീ യബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നമ്മുടെ അമൽ നന്നാക്കി തീർക്കേണ്ടത് എങ്ങനെയാണ്? ഈ മൂന്നടിസ്ഥാനങ്ങൾക്കുമേൽ നമ്മുടെ ദീൻ സ്ഥാപിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നാം ഓരോരുത്തരും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഖബറിൽ ഓരോ മനുഷ്യനും, മുസ്ലിം ആകട്ടെ, കാഫിറാകട്ടെ, സ്ത്രീ ആകട്ടെ, പുരുഷനാകട്ടെ, കുട്ടിയാകട്ടെ, മുതിർന്നവനാകട്ടെ, അവർ മലക്കുകളാൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഖബറിലെ ഏറ്റവും വലിയ ഫിത്നയായ സുആലുൽ ഖബർ, ഖബറിലെ ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യലിൽ ഒരുപാട് ചോദ്യങ്ങളൊന്നുമില്ല, മൂന്ന് ചോദ്യങ്ങളേ ഉള്ളൂ. ഏതാണ് ഈ മൂന്ന് ചോദ്യങ്ങൾ? ഈ മൂന്ന് ചോദ്യങ്ങളാണ്: മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? വമാ ദീനുക, നിന്റെ ദീൻ ഏതാണ്? വമാദാ കുൻത തഖൂലു ഫീ ഹാദാ റജുലു അല്ലദീ ബുഅസ ഫീകും, നിന്നിലേക്ക് അയക്കപ്പെട്ട റസൂൽ ആരാണ്? ആരാണ് മനുഷ്യൻ? ഈ മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാകുക.
എന്തുകൊണ്ടാണ് ഈ 3 ചോദ്യങ്ങൾ ഖബറിൽ പ്രത്യേകം ചോദിക്കുന്നത്? വേറൊരു ചോദ്യം അവിടെ ഇല്ല. ഈ 3 കാര്യങ്ങളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കാണ് അതിന് മറുപടി പറയാൻ സാധിക്കുക? ഉസൂലു സലാസ ഇഫ്ലാക്കി വെച്ചവർക്കാണോ? മൻ റബ്ബുക റബ്ബി അല്ലാഹ് വമാ ദീനുക ദീനിയൽ ഇസ്ലാം വമൻ നബിയുക നബിയ്യ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കാണാപ്പാഠം പഠിച്ചു വെച്ചവർക്കാണോ? അല്ല. മറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, മാ കാന ഹയ്യൻ അലൈഹി വമാത അലൈഹി. ഈ 3 അടിസ്ഥാനങ്ങൾ സാക്ഷാത്കരിച്ച് ജീവിച്ചവൻ ആരാണോ, അതിലായി മരിച്ചതാരാണോ, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം മൻ റബ്ബുക വമാ ദീനുക വമൻ നബിയുക എന്ന 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇഅ്തിഖാദൻ വഖൗലൻ വഅമലൻ, വിശ്വാസമായും വാക്കായും പ്രവൃത്തിയായും തന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിയവൻ ആരാണോ, അതിൽ ജീവിച്ചു മരിച്ചവൻ ആരാണോ, അവനാണ് ഖബറിൽ ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുക. ഈ 3 കാര്യങ്ങൾ പഠിക്കാത്തവന് സാധിക്കുമോ? പഠിക്കാത്തവനെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം, എന്താണ് അതിന്റെ ആശയം, എങ്ങനെയാണത് വിശ്വാസമായി നമ്മൾ ഹൃദയത്തിൽ കരുപ്പിടിപ്പിക്കേണ്ടത്, എങ്ങനെയാണത് വാക്കായി പ്രഖ്യാപിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനത്തിലൂടെ അത് പ്രകടമാകേണ്ടത് എന്നു പഠിച്ചു മനസ്സിലാക്കി അത് ജീവിതത്തിൽ സാക്ഷാത്കരിച്ചാലല്ലാതെ ഒരിക്കലും നമുക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഇഖ്റ ബാഖി. ഇനി ഇതിലെ ഓരോ അടിസ്ഥാനവും ശൈഖ് വിശദീകരിക്കുകയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുക്കാം, അൽ അസ്ലുൽ അവ്വൽ. അങ്ങനെ ഉണ്ടോ കിതാബിൽ? അൽ അസ്ലുൽ അവ്വൽ, ഒന്നാമത്തെ അടിസ്ഥാനം. ഉസൂലു സലാസയിലെ ഒന്നാമത്തെ അടിസ്ഥാനമാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ഫഇദാ ഖീല ലക, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ, ഫഖുൽ, നീ പറയണം, റബ്ബി അല്ലാഹുല്ലദീ റബ്ബാനി, എന്റെ റബ്ബ് എന്നെ പോറ്റുന്ന റബ്ബാണ്. റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹുവാണ്. അല്ലദീ റബ്ബാനി, അവൻ എന്നെ പോറ്റുന്നവനാണ്. വറബ്ബ ജമീഅൽ ആലമീന ബിനിഅമിഹി, വറബ്ബ ജമീഅൽ ആലമീന ബിനിഅമിഹി, മുഴുവൻ ലോകരെയും, എന്നെ മാത്രമല്ല ലോകത്തുള്ള സകല സൃഷ്ടികളെയും, മുഴുവൻ ചരാചരങ്ങളെയും അവന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് പോറ്റി പരിപാലിക്കുന്നവൻ അവനാണ്. വഹുവ മഅബൂദി, സലാം, അവൻ എന്റെ റബ്ബാണ്, അതോടൊപ്പം എന്റെ ആരാധ്യനാണ്. ഞാൻ ഇബാദത്ത് വകവെച്ച് നൽകേണ്ടവൻ അവൻ മാത്രമാണ്. ലൈസ ലീ മഅബൂദുൻ സിവാഹു, എനിക്ക് അവനല്ലാതെ മറ്റൊരു റബ്ബില്ല എന്നതുപോലെ തന്നെ അവനല്ലാതെ മറ്റൊരു മഅബൂദില്ല, ആരാധ്യനില്ല. അവൻ മാത്രമാണ് എന്റെ റബ്ബ് എന്നിരിക്കെ അവൻ മാത്രമാണ് എന്റെ ആരാധ്യൻ. ലൈസ ലീ മഅബൂദുൻ സിവാഹു, അവനെ കൂടാതെ മറ്റൊരു ആരാധ്യനും ഇബാദത്ത് വകവെച്ച് നൽകേണ്ടവനുമില്ല എന്ന് നീ മറുപടി പറയുക. വദ്ദലീലു ഖൗലുഹു തആല, ഇനി എന്താണ് ഈ പറഞ്ഞതിനുള്ള തെളിവ്? എന്റെ റബ്ബ് അല്ലാഹുവാണ്, എന്റെ മാത്രമല്ല മുഴുവൻ ലോകരുടെയും റബ്ബ് അല്ലാഹുവാണ് എന്നതിനുള്ള തെളിവ് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ആരംഭിച്ച ഒന്നാമത്തെ സൂറത്തിലെ ഒന്നാമത്തെ ആയത്ത്, സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത്, അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും റബ്ബുൽ ആലമീനായ ലോകരുടെ റബ്ബായ അല്ലാഹുവിനാകുന്നു. അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദ് എന്നത് എന്താണ്? ഇബാദത്താണ്. അങ്ങേയറ്റത്തെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആദരവോടെയും ഒരാളെ പുകഴ്ത്തുന്നതിനാണ് ഹംദ് എന്ന് പറയാം. സ്നേഹം ഉണ്ടാവണം, ആദരവുണ്ടാകണം, അങ്ങേയറ്റത്തെ ബഹുമാനമുണ്ടാകണം. ഇതെല്ലാം സമ്മേളിക്കുന്ന പുകഴ്ത്തലാണ്, സ്തുതിയാണ് എന്ത്? ഹംദ് എന്ന് പറഞ്ഞാൽ. എന്നാൽ മദ്ഹ് എന്ന് പറഞ്ഞാലോ, ദേഷ്യമുള്ളവനെ ദേഷ്യമുള്ളിൽ കടിച്ചമർത്തി പൊക്കുന്നതിന്, വായ കൊണ്ട് സ്തുതിക്കുന്നതിന് മദ്ഹ് എന്ന് പറയാം. മദ്ഹ് എന്നത് വ്യാപകാർത്ഥത്തിലാണ്. പക്ഷെ ഹംദ് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ആദരവോടെയും കൂടിയേ പാടുള്ളൂ. അത് ആരാധനയിലേക്ക് എത്തുന്ന അവസ്ഥയാണ്. അതാർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രമാണ്. തഹ്മീദ്,
അൽഹംദുലില്ലാ എന്ന വാചകം അത് ഇബാദത്താണ്. അപ്പൊ അൽഹംദു ലില്ലാ, ഹംദ് എന്ന ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാണ്. അവൻ ആരാണ്? എന്തുകൊണ്ട് അള്ളാഹുവിന് മാത്രം? റബ്ബുൽ ആലമീൻ, അവൻ മുഴുവൻ ലോകരുടെയും റബ്ബാണ്. മറ്റാരും റബ്ബായി ലോകർക്കില്ല. അതുകൊണ്ട് റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അപ്പോൾ ലോകരുടെ റബ്ബ് ആരാണോ അവന് മാത്രമാകുന്ന ഇബാദത്തും എന്ന തെളിവ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. വകുല്ലു മാ സിവല്ലാഹി ആലം, ബാക്കിയുള്ള വാചകം അങ്ങനെയാണ്. വകുല്ലു മാ സിവല്ലാഹി ആലം, ലോകരുടെ റബ്ബാണ് അല്ലാഹു എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ എന്താണ് ഈ ആലം? കുല്ലു മാ സിവല്ലാഹി ആലം, അല്ലാഹു അല്ലാത്ത എന്തൊക്കെയുണ്ടോ അതെല്ലാം ആലമാണ്. അപ്പൊ ഇവിടെ രണ്ട് സംഗതിയുള്ളൂ. ഒന്ന് ഖാലിഖ്, മറ്റൊന്ന് മഖ്ലൂഖ്. ഖാലിഖ് ആര് മാത്രമാണ്? അല്ലാഹു മാത്രം. അപ്പോൾ പിന്നെ ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിന്റെ മഖ്ലൂക്കുകളാണ്. അപ്പോ ലോകം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത എല്ലാം ലോകമാണ്. ലോകത്തുള്ളതെല്ലാം അള്ളാഹുവിന്റെ മഖ്ലൂക്കുകളാണ്, പടപ്പുകളാണ്, സൃഷ്ടികളാണ്. ഖാലിഖ് ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അള്ളാഹു ഒഴികെ ബാക്കിയെല്ലാം ലോകമാണ്. അതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അവരുടെ എല്ലാം സൃഷ്ടാവും പരിപാലകനും നിയന്താവും അള്ളാഹു മാത്രമാണ്. വഅന വാഹിദും മിൻ ദാലിക്കൽ ആലം, അള്ളാഹു അല്ലാത്ത എല്ലാം ലോകമാണ്. വഅന വാഹിദും മിൻ ദാലിക്കൽ ആലം, ഞാനും ആ ലോകത്തിലെ ഒരാളാണ്. എന്റെ റബ്ബും അള്ളാഹുവാണ്, മുഴുവൻ ലോകരുടെയും റബ്ബ് അള്ളാഹുവാണ്. അവൻ മാത്രമാണ് എന്റെ ആരാധ്യൻ, അവൻ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടവൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന സൂറത്തുൽ ഫാത്തിഹയിലെ തെളിവിനെ മുൻനിർത്തി ശൈഖോടെ സമർത്ഥിക്കുകയാണ്. കുല്ലു മൻ, അവിടെ മന്നാണുള്ളത്. മന്നുണ്ട്, ചില റിവായത്തുകളിൽ മാന്നുണ്ട്, രണ്ടും വായിക്കാം. കുല്ലു മൻ സിവല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെയുള്ളവരെല്ലാം, മാന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് പുറമെയുള്ളവയെല്ലാം. അപ്പൊ ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാം വെളിപ്പെട്ടു. ശരി, ഈ ഭാഗത്ത് പണ്ഡിതന്മാർ ഇതിന്റെ വിശദീകരണങ്ങൾ രചിക്കുമ്പോൾ പറഞ്ഞിട്ടുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്നാമത്തെ പാഠം, എന്താണ് റബ്ബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? ഉസൂലു സലാസയിലെ ഒന്നാമത്തെ അടിസ്ഥാനമാണ് മഅരിഫത്തുൽ അബ്ദി റബ്ബ, ഒരടിമ തന്റെ റബ്ബിനെ അറിയുക എന്നുള്ളത്. റബ്ബ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു 4 വിശേഷണങ്ങളിൽ അത് ഉൾക്കൊള്ളും. ഒന്ന് അൽ മാലിക്, 2 അൽ ഖാലിഖ്, 3 അൽ മുതസർരിഫ്, 4 അൽ മുദബ്ബിർ. അൽ ഖൽഖു വൽ മുൽക്കു വത്തദ്ബീറു, പിന്നെന്താ വത്തസറുഫു. വേറെ ചിലർ പറഞ്ഞു അസ്സയ്യിദു അൽ മുതസർരിഫു അൽ മുറബ്ബി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നമ്മളെ സൃഷ്ടിക്കുന്നവൻ, അവനാണ് നമുക്ക് റിസ്ക് നൽകുന്നവൻ. അർ-റാസിഖ് എന്നർത്ഥം അതിനുണ്ട്. റബ്ബ് എന്നതിൽ അർ-റാസിഖ് എന്ന വിശേഷണം ഉൾക്കൊള്ളുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ ഉടമപ്പെടുത്തുന്നവൻ. അൽ മാലിക്, അവനാണ് നമ്മെ നിയന്ത്രിക്കുന്നവൻ, അവനാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നമ്മെ പോറ്റുന്നവൻ, പരിപാലിക്കുന്നവൻ. ഈ അർത്ഥമെല്ലാം റബ്ബ് എന്ന പദത്തിൽ ഉൾക്കൊള്ളും. റുബൂബിയത്തിന്റെ, അള്ളാഹുവിന്റെ രക്ഷാകർതൃത്വത്തിന്റെ സകല വിശേഷണങ്ങളും റബ്ബ് എന്ന ഇസ്മിലേക്ക് മടങ്ങും. അള്ളാഹുവാണ് അൽ മുഹീ, ജീവിപ്പിക്കുന്നവൻ, അൽ മുമീത്, മരിപ്പിക്കുന്നവൻ, ചിരിപ്പിക്കുന്നവൻ, കരയിപ്പിക്കുന്നവൻ, സമ്പന്നനാക്കുന്നവൻ, ദരിദ്രനാക്കുന്നവൻ, രോഗം നൽകുന്നവൻ, രോഗം ശമിപ്പിക്കുന്നവൻ, പരീക്ഷിക്കുന്നവൻ, പരീക്ഷണത്തിൽ നിന്ന് രക്ഷ നൽകുന്നവൻ. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിന്റെ വിശേഷണങ്ങളെല്ലാം റബ്ബ് എന്ന അള്ളാഹുവിന്റെ ഇസ്മിലേക്ക് മടങ്ങും. അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ ഏറ്റവും ശ്രേഷ്ഠമായ 3 നാമങ്ങളാണുള്ളത്. ആ 3 നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലാഹ് എന്ന ഇസ്മുൽ ജലാലയാണ്. അതിനുശേഷം അർ റബ്ബു എന്ന അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ അറിയിക്കുന്ന നാമമാണ്. മൂന്നാമതായി
അർ-റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന സിഫത്ത് അടങ്ങുന്ന വിശേഷണമടങ്ങുന്ന അർ-റഹ്മാൻ എന്ന നാമമാണ്. അപ്പൊ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ മറ്റെല്ലാ നാമങ്ങളും അടങ്ങുന്ന അടിസ്ഥാന നാമങ്ങളിൽപ്പെട്ട നാമമാണ് അർ-റബ്ബ് എന്ന പദം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ എങ്ങനെ നമ്മെ പരിപാലിക്കുന്നു എന്നാണ് ശൈഖൂടെ പറഞ്ഞത്. ഫഇദാ ഖീല ലക മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കപ്പെട്ടാൽ നീ പറയണം ഫഖുൽ റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ്. അല്ലദീ റബ്ബാനി, അവൻ എന്നെ പോറ്റുന്നവനാണ്, പരിപാലിക്കുന്നവനാണ്, നിയന്ത്രിക്കുന്നവനാണ്, എന്നെ സൃഷ്ടിച്ചവനാണ്, എന്നെ ഉടമപ്പെടുത്തുന്നവനാണ്, എനിക്കെല്ലാം നൽകുന്നവനാണ്. എനിക്ക് മാത്രമാണോ? വറബ്ബ ജമീഅൽ ആലമീൻ, മുഴുവൻ ലോകരെയും പരിപാലിക്കുന്നവനവനാണ്. എങ്ങനെ? ബിനിഅമിഹി, നിഅമത്തിന്റെ ജമഅാണ്, ബഹുവചനമാണ് നിഅമ. നിഅമത്ത് എന്നത് ഐന് സുക്കൂനായിട്ടാണ് വായിക്കുക, നിഅമത്ത്. അതിന്റെ ജമ എങ്ങനെ വായിക്കുക? ഐന് ഫത്ഹായിട്ടാണ്, നിഅമുൻ. അപ്പൊ നിഅമത്തിന്റെ ബഹുവചന രൂപമാണ് നിഅമുൻ. അപ്പൊ റബ്ബ ജമീഅൽ ആലമീന ബിനിഅമിഹി, മുഴുവൻ ലോകരെയും തന്റെ നിഅമത്തുകൾ കൊണ്ട്, അനുഗ്രഹങ്ങൾ കൊണ്ട് പരിപാലിക്കുന്നവനാണ് അവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിഅമത്തുകൾ രണ്ടു വിധമുണ്ട്. നിഅമുൻ ഹിസ്സിയ്യ വ നിഅമുൻ മഅനവിയ്യ. നിഅമുൻ ഹിസ്സിയ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രപഞ്ചത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന അല്ലാഹു ഒരുക്കി വെച്ച സകല നിഅമത്തുകളും, വെള്ളം, വായു, വെളിച്ചം, ചൂട്, തണുപ്പ്, മഴ, കാറ്റ്, രാവ്, പകല്, ആകാശം, ഭൂമി, ഇങ്ങനെ ഭൂമിയിലും ആകാശത്തിലുമായി നമുക്ക് വേണ്ടി അള്ളാഹു പ്രാപഞ്ചികമായി ഒരുക്കി വെച്ച നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും നമുക്ക് അനുഭവവേദ്യമായ, നമ്മൾ അനുഭവിച്ചറിയുന്ന ഹിസ്സിയായ അനുഗ്രഹങ്ങൾ, ഇതാണ് ഒരു തരത്തിലുള്ള നിഅമത്ത്. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തെ നിഅമത്തിന്റെ രൂപം എന്ന് പറഞ്ഞാൽ നിഅമുൻ മഅനവിയ്യ, മാനവിയായ നിഅമത്താണ്. അതിങ്ങനെ കണ്ടറിയാനോ തൊട്ടറിയാനോ അനുഭവിച്ചറിയാനോ സാധിക്കുകയില്ല, പുറമേക്ക് പ്രകടമാകുന്നതല്ല, മറിച്ച് ആന്തരികമായി നമ്മൾ അനുഭവിക്കുന്നതാണ്. എന്താണ് നിഅമത്ത്? റൂഹിന് ലഭിക്കുന്ന ജീവനാണ്. മറ്റത് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന ജീവൻ, അത് നിലനിർത്താൻ ആവശ്യമായ ഘടകങ്ങളാണ്. ഇത് നമ്മുടെ ശരീരത്തിനകത്തെ ആന്തരികമായ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ളതാണ്. എന്താണത്? ഹിദായത്ത്, ഈമാൻ, തഖ്വ, ഖശ്യത്തുല്ലാഹ്, മുറാഖബത്തുല്ലാഹ്, അൽ ഖൗഫ്, അർ റജാ, അത്തവക്കുൽ, അൽ ഇനാബ. നമ്മുടെ ആന്തരികമായി നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാഴ്ചവെക്കുന്ന ഇബാദത്തുകൾ, നമുക്ക് ലഭിച്ച ഹിദായത്ത്, ഈമാൻ, തഖ്വ, ഇതെല്ലാം നമുക്ക് മാനവിയായി അനുഭവിക്കാൻ സാധിക്കുന്ന നിഅമത്തുകളാണ്. അപ്പൊ ഇസ്ലാമിലായി, തൗഹീദിലായി, സുന്നത്തിലായി, സലഫിയത്തിലായി, യഥാർത്ഥ ദീനിന്റെ വക്താക്കളായി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അൽഹംദുലില്ലാഹ്, നമ്മൾ ഈ രണ്ട് നിഅമത്തുകളും ഒരുമിച്ച് ആസ്വദിക്കുന്നവരാണ്. ബാഹ്യമായി, പ്രാപഞ്ചികമായി നമുക്ക് അല്ലാഹു ഒരുക്കി വെച്ച ഇവിടുത്തെ നിഅമത്തുകളും, അതേസമയം ദീനിയായി, ഉഖ്റവിയായി, മാനവിയായി നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളും, ഇത് രണ്ടിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് രണ്ടും നൽകി നമ്മെ പരിപാലിക്കുന്നു. വറബ്ബ ജമീഅൽ ആലമീന ബിനിഅമിഹി. അപ്പൊ അല്ലാഹുവിന്റെ നിഅമത്തുകൾ ഈ രണ്ട് രൂപത്തിലുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട പാഠം ഇതാണ്. രണ്ടാമത്തെ പാഠം നിഅമത്തുകളെ പറ്റി പറഞ്ഞത്. മൂന്നാമത്തെ പാഠം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയത്തിനെ മുൻനിർത്തി ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹം മനോഹരമായ ഉലൂഹിയത്തിനെ സ്ഥാപിച്ചിരിക്കുകയാണ് ഇവിടെ. فإذا قيل لك من ربك فقل ربي الله الذي رباني ورب جميع العالمين بنعمه. പിന്നെന്താണ് ബാക്കി വാചകം? فهو معبودي وهو معبودي ليس لي معبود سواه. അല്ലാഹു ആണ് എൻ്റെ റബ്ബ്, എൻ്റെ മാത്രം റബ്ബാണോ? മുഴുവൻ ലോകരുടെയും റബ്ബ് അവനാണ്. അതോടൊപ്പം വഹുവ മഅബൂദി, എൻ്റെ റബ്ബും അവനാണ്, എൻ്റെ മഅബൂദും അവനാണ്. ഞാൻ ഇബാദത്ത് ചെയ്യേണ്ടവൻ, ഞാൻ ആരാധിക്കേണ്ടവൻ അവനാണ്. ലൈസ ലി മഅബൂദുൻ സിവാഹു, എനിക്ക് മറ്റൊരു ഇലാഹുമില്ല, മറ്റൊരു ആരാധ്യനുമില്ല. ഏതുപോലെ? എനിക്ക് മറ്റൊരു റബ്ബുണ്ടോ?
ലോകർക്ക് മറ്റൊരു റബ്ബുണ്ടോ? ലോകരെ സൃഷ്ടിച്ച മറ്റൊരു ഖാലിഖുണ്ടോ? മുദബ്ബിറുണ്ടോ? മാലിക്കുണ്ടോ? മുത്തസറിഫുണ്ടോ? മുഹീയുണ്ടോ? മുമീത്തുണ്ടോ? ഇല്ല. എല്ലാവരെയും സൃഷ്ടിച്ചവൻ അല്ലാഹു മാത്രമാണ്. ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലാഹു മാത്രമാണ്. എല്ലാം നിയന്ത്രിക്കുന്നവനും ഉടമപ്പെടുത്തുന്നവനും അല്ലാഹു മാത്രമാണ്. എങ്കിൽ അതെല്ലാം അവൻ മാത്രമാണെങ്കിൽ എന്തുകൊണ്ട് അവന് മാത്രം ഇബാദത്ത് വകവെച്ചു കൊടുത്തുകൂടാ? എന്തുകൊണ്ട് അവൻ മാത്രം ആരാധ്യനായിക്കൂടാ? അതുകൊണ്ട് റബ്ബ് അല്ലാഹു മാത്രമാണ് എന്നതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഇലാഹും മഅബൂദും അവൻ മാത്രമാണ്. വഹുവ മഅബൂദി ലൈസ ലി മഅബൂദുൻ സിവാഹു. അതാണ് വാചകത്തിന്റെ അർത്ഥം. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്തിലുള്ളത്. അൽഹംദു എന്നത് എന്താണ്? ഇബാദത്താണ്. എന്തുകൊണ്ടാണ് ഹംദ് നമ്മൾ അല്ലാഹുവിന് അർപ്പിക്കുക? അല്ലാഹുവാണ് നമ്മുടെ ആരാധ്യം. ഹംദ് അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും നിർവഹിക്കാൻ പാടുള്ളതല്ല. എന്റെ മഅബൂദ് അല്ലാഹുവാണ്. അതുകൊണ്ട് സർവ്വസ്തുതിയും അല്ലാഹുവിന് മാത്രമാണ്. എന്തുകൊണ്ട് അല്ലാഹുവിന് മാത്രം? റബ്ബുൽ ആലമീൻ, അവനാണ് എന്റെ റബ്ബ്. മുഴുവൻ ലോകരുടെ റബ്ബ് അവനാണ്. അതുകൊണ്ട് ഹംദും അവന് മാത്രമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് ശൈഖ് തെളിപിടിച്ചത് അങ്ങനെയാണല്ലോ. അപ്പൊ ഈ ആയത്തിലുള്ള പ്രധാനപ്പെട്ട പാഠം, ഈ വാചകത്തിലുള്ള പ്രധാനപ്പെട്ട പാഠം, അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ന്യായമായും റബ്ബ് എന്നിരിക്കെ ഇലാഹും അവൻ മാത്രമാണ്. റുബൂബിയത്ത് ഉലൂഹിയത്തിനുള്ള തെളിവാണ്. റുബൂബിയത്ത് ഉലൂഹിയത്തിനുള്ള തെളിവാണ്. ഇതിന് ഏറ്റവും മനോഹരമായ ഒരു ഉദാഹരണം സൂറത്ത് ഫാത്തിറിലെ 3-ാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. സൂറത്ത് ഫാത്തിറിലെ 3-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നുണ്ട്, ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റേതെങ്കിലും ഖാലിഖ് നിങ്ങൾക്കുണ്ടോ? ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്, അല്ലാഹുവിനെ കൂടാതെ സൃഷ്ടാവായി ഖാലിഖായി ആരെങ്കിലും നിങ്ങൾക്കുണ്ടോ? അപ്പൊ അല്ലാഹു മാത്രമാണ് ഖാലിഖ് എന്നവിടെ സ്ഥാപിച്ചു. എന്നിട്ട് ശേഷം അല്ലാഹു പറയാണ്, യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. ആ റബ്ബാരാണ്? അല്ലാഹു ആരാണ്? നിങ്ങൾക്ക് ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും റിസ്ക് നൽകുന്നു, അന്നം നൽകുന്നു, ഉപജീവനം നൽകുന്നു. അപ്പൊ ഖാലിഖായ അല്ലാഹുവിന്റെ ആ റുബൂബിയത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണെന്ത്? അല്ലാഹു ഖാലിഖാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റുബൂബിയത്തിന്റെ വിശേഷണമാണ്, അല്ലെ? അതുപോലെ തന്നെ അള്ളാഹുവാണ് റിസ്ക് നൽകുന്ന റുബൂബിയത്തിന്റെ മറ്റൊരു വിശേഷണമാണ്. അർ-റസ്ഖ് എന്നത് അള്ളാഹുവിന്റെ സിഫത്താണ്. അവൻ റാസിഖാണ്. അപ്പൊ ഖാലിഖായ അള്ളാഹു അല്ലാതെ മറ്റാരും നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് ആകാശത്തു നിന്ന് ഭൂമിയിൽ നിന്ന് റിസ്ക് നൽകുന്നവനും അള്ളാഹു മാത്രമാണ്. യർസുഖുകും മിനസ് സമാഇ വൽ അർദ്. എന്നിട്ട് അള്ളാഹു എന്താണ് പറയുന്നത്? ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ മറ്റൊരു ഇലാഹു നിങ്ങൾക്കില്ല. അപ്പൊ ഖാലിഖ് അള്ളാഹു മാത്രമാണ്, റിസ്ക് നൽകുന്നവനും അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇലാഹും അവൻ മാത്രമാണ്. ലാ ഇലാഹ ഇല്ലാഹു. ഖാലിഖും റാസിഖും അല്ലാഹു മാത്രമാണ്, അവനല്ലാതെ മറ്റാരുമില്ല എന്നിരിക്കെ ഇലാഹും അവൻ മാത്രമാണ്, മറ്റൊരു ഇലാഹും നിങ്ങൾക്കില്ല. ലാ ഇലാഹ ഇല്ലാഹു. എന്നിട്ട് ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഫഅന്നാ തുഫകൂൻ. ഇത് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ എങ്ങനെയാണ് വഴിതെറ്റിക്കപ്പെടുന്നത്? ഖാലിഖ് അല്ലാഹു മാത്രമാണ്, റാസിഖ് അല്ലാഹു മാത്രമാണ്, റബ്ബ് അല്ലാഹു മാത്രമാണ്. എന്നിട്ട് അല്ലാഹു അല്ലാത്തവരെ ഇലാഹാക്കുകയോ അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് തിരിച്ചുവിടുകയോ, ലാ ഇലാഹ ഇല്ലാഹു, അവിടെയൊന്നും അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് നിങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇലാഹും അവൻ മാത്രമാണ്, അവൻ മാത്രമാണ് നിങ്ങളുടെ ആരാധ്യൻ. ഫഅന്നാ തുഫകൂൻ. ഈ യാഥാർത്ഥ്യം അറിഞ്ഞവരായിരിക്കെ നിങ്ങൾ എങ്ങനെയാണ് വഴിതെറ്റിക്കപ്പെടുന്നത്? മഹാനായ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ ഫഅന്നാ തുഫകൂൻ എന്ന ഭാഗത്തെ വിശദീകരിക്കുക അദ്ദേഹത്തിന്റെ തഫ്സീർ സഅദിയിൽ കൊടുത്തൊരു വാചകമുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് വഴിതെറ്റിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, തുസ്രിഫൂന അൻ ഇബാദത്തിൽ ഖാലിഖിർ റാസിഖി ഇല ഇബാദത്തിൽ മഖ്ലൂഖിൽ മർസൂഖ്. നിങ്ങൾ എങ്ങനെയാണ് ഖാലിഖും റാസിഖുമായ അല്ലാഹുവിനെ ഇബാദത്ത് നൽകാതെ മഖ്ലൂഖും മർസൂഖുമായ അല്ലാഹുവിന്റെ പടപ്പുകൾക്ക് ഇബാദത്ത് തിരിച്ചുവിടുന്നത്? ഖാലിഖും റാസിഖും ആരാണ്? അല്ലാഹു മാത്രമാണ്. പടപ്പുകൾ ആരാണ്? അള്ളാന്റെ മഖ്ലൂഖാണ്, സൃഷ്ടിയാണ്. മർസൂഖാണ്, അള്ളാന്റെ റിസ്കിന് വേണ്ടി കേഴുന്നവരാണ്. അപ്പൊ ഖാലിഖും റാസിഖുമായ അള്ളാഹുവിൽ നിന്ന് ഇബാദത്തിനെ സൃഷ്ടിക്കപ്പെട്ടവരും റിസ്ക് നൽകപ്പെടുന്നവരുമായ സൃഷ്ടികളിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് വഴിതിരിച്ചുവിടുന്നത്? ഫഅന്നാ തുഫകൂൻ. നിങ്ങൾ എങ്ങനെയാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കി വഴിതെറ്റിക്കപ്പെടുന്നത്, തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് തെന്നിമാറുന്നത് എന്ന് അള്ളാഹു ചോദിക്കാൻ. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ നിഷേധിച്ച കുഫാറുകൾക്ക്, മുശ്രിക്കുകൾക്ക്
അള്ളാഹു മറുപടി നൽകുന്ന അനേകം ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു റുബൂബിയത്തിനെ കൊണ്ട് ഉലൂഹിയത്തിനെ സ്ഥാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. റുബൂബിയത്ത് ഉലൂഹിയത്തിനുള്ള ഏറ്റവും മനോഹരമായ തെളിവാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തൗഹീദ് കൊണ്ട്, ഉലൂഹിയത്ത് കൊണ്ട്, ഉബൂദിയത്ത് കൊണ്ട് ആദ്യം കൽപ്പിച്ച ആയത്ത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആയത്ത് സൂറത്തുൽ ബഖറയിലെ ആയത്ത്. ആ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉലൂഹിയത്ത് സ്ഥാപിക്കുന്നതും ഉലൂഹിയത്തിന് ശേഷം റുബൂബിയത്തിന് അരക്കെട്ടുറപ്പിച്ചു. യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കും, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുവിൻ. ആരാണ് റബ്ബ്? അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവർ. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അവനാരാണ്? നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നവൻ. വസ്സമാഅ ബിനാഅ, ആകാശത്തെ മേൽക്കൂരയാക്കി തന്നവൻ. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തന്നവൻ. വഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, ആ മഴയിലൂടെ ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന കായ്ക്കനികൾ റിസ്ഖായി ഉൽപ്പാദിപ്പിച്ചു തന്നവൻ. ഫലാ തജഅലു ലില്ലാഹി അൻദാദ വഅൻതും തഅലമൂൻ, ഇതെല്ലാം റബ്ബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കെ, നിങ്ങൾ നിഷേധിക്കാത്ത അനിഷേധ്യമായ യാഥാർത്ഥ്യങ്ങളായിരിക്കെ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സമന്മാരെ ഉണ്ടാക്കരുത്, ശിർക്ക് വെക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര മനോഹരമായാണ് റുബൂബിയത്തിലൂടെ ഉലൂഹിയത്തിനെ സ്ഥാപിച്ച് ശിർക്കിനെ നിഷ്കാസനം ചെയ്തത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അതേ രീതി തന്നെയാണ് ശൈഖുൽ ഇസ്ലാം ഈ വാചകങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനുള്ള തെളിവ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന മഹത്തായ ആയത്താണ്. ഇനി ഇവിടെ ആലം എന്നൊരു ചർച്ച ഉണ്ടായി അല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് മാത്രമാകുന്നു. ആലം എന്ന് പറഞ്ഞാൽ കുല്ലു മാ സിവല്ലാഹി ആലം, അള്ളാഹുവിന് പുറമെയുള്ള എല്ലാം ലോകമാണ്, ആലമാണ്. ആലം എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു, ആലമിന് ആലമെന്ന് പേര് വെച്ചത് ലിഅന്നഹു അലമുൻ അലാ ഖാലിഖിഹി, അള്ളാഹുവിനെ അറിയിക്കുന്ന ഒരടയാളം ആലമിലുണ്ട്. ആലമിൽ മുഴുവനുണ്ട് അല്ലേ? ലോകം യഥാർത്ഥത്തിൽ അള്ളാഹുലേക്ക് നമ്മെ അറിയിക്കുന്ന അലമാണ്. അലമെന്ന് പറഞ്ഞാൽ എന്താ? അടയാളം, തെളിവ്. അതല്ലെങ്കിൽ എന്താ പറയുക, അതിനേക്കാൾ അനുയോജ്യമായ വാക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ഡയറക്ഷൻ ആലമിലുണ്ട്. ആ ആലമായി വർത്തിക്കുന്ന ആലമിന് ആലമെന്ന് പേര് വെച്ചത് അത് അള്ളാഹുവിലേക്ക്, ലോകത്തെ ഏതൊരു പടപ്പും, ആകാശമാകട്ടെ, ഭൂമിയാകട്ടെ, കരയാകട്ടെ, കടലാകട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, അള്ളാഹുവിലേക്ക് നമ്മെ നയിക്കാത്ത, നമ്മെ ക്ഷണിക്കാത്ത എന്തു പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളും പ്രതിഭാസങ്ങളുമാണ് ഈ ലോകത്തുള്ളത്. അതല്ലാത്ത മറ്റെന്താണുള്ളത്? ഇൻഷാ അല്ലാഹ് അവിടേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ ആലം എന്ന പ്രയോഗം തന്നെ അതിനുള്ള തെളിവാണ്, അള്ളാഹുവിലേക്ക് നമ്മെ നയിക്കുന്ന തെളിവാണ് എന്ന് അതിന്റെ ഭാഷ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തൗഹീദുർ റുബൂബിയത്തിലൂടെ തൗഹീദുൽ ഉലൂഹിയ സ്ഥാപിക്കുന്ന രീതിയിലൂടെ ഖുർആനും സുന്നത്തും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ കിതാബുകൾ നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഖാഇദയുണ്ട്, ഒരു പ്രിൻസിപ്പിൾ. അന്നഹു ലാ യഗ്ലതു ഫിൽ ഉലൂഹിയ ഇല്ലാ മൻ ലം യുവഫ് അർ-റുബൂബിയ്യ ഹഖ്ഖഹ. ആരെങ്കിലും ഉലൂഹിയത്തിൽ പഴച്ചുപോയിട്ടുണ്ടെങ്കിൽ, തൗഹീദുൽ ഉലൂഹിയയിൽ ആരെങ്കിലും പഴച്ചുപോയിട്ടുണ്ടെങ്കിൽ തൗഹീദുർ റുബൂബിയ്യക്ക് നൽകേണ്ടുന്ന രൂപത്തിലുള്ള ഹഖ് അവർ നൽകാത്തത് കൊണ്ടായിരിക്കും. റുബൂബിയത്ത് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം ആളുകൾ ഉലൂഹിയത്തിൽ പഴച്ചുപോകുന്നത്. യാഥാർത്ഥ്യമല്ലേ? അള്ളാഹുവിന്റെ തൗഹീദുർ റുബൂബിയ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ ഫഅന്ന തുഫകൂൻ, അള്ളാഹു ചോദിച്ചു പിന്നെ എങ്ങനെയാണ് അവർ വഴിതെറ്റിക്കപ്പെടുക? ഖാലിഖും മാലിക്കും മുദബ്ബിറും മുതസറിഫുമായ, എല്ലാറ്റിനും കഴിവുള്ള, എന്നെന്നും ജീവിക്കുന്ന, ഹയ്യും ഖയ്യൂമുമായ, എല്ലാം നിയന്ത്രിക്കുന്നവനായ, കാര്യങ്ങൾ കുൻ എന്ന വാക്കുകൊണ്ട് സൃഷ്ടിക്കുന്നവനായ, ഒരു ക്ഷീണമോ മയക്കമോ മയക്കത്തിന്റെ ലാഞ്ചന പോലോ ബാധിക്കാത്ത അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിട്ട് സൃഷ്ടികളിലേക്ക് തിരിഞ്ഞു പോകുന്ന, ഇബാദത്തുകൾ അവർക്ക് വകച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അവൻ റുബൂബിയത്ത് നേരാവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവന് റൂഹിയത്തിൽ പഴക്കൂല. അതുകൊണ്ട് ഏതൊക്കെ
ഉലൂഹിയത്തിൽ പിഴച്ച വർഗമുണ്ടോ അവർ റുബൂബിയത്ത് മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇവിടെ നമ്മുടെ നാട്ടിൽ റുബൂബിയത്ത് മാത്രം പാടി പറഞ്ഞ് ആളുകളെ തൗഹീദിലേക്ക് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് ഉലൂഹിയത്ത് പറയാൻ സാധിക്കാത്തത്? റുബൂബിയത്തിന്റെ മര്യാദക്ക് പഠിച്ചിട്ടില്ല. നമ്മൾ സാധാരണ പറയേണ്ടത് ഒരു റുബൂബിയത്ത് മാത്രമേ പറയുള്ളൂ, റുബൂബിയത്ത് അവർ പറയുന്നില്ല. റുബൂബിയത്ത് പറയേണ്ടതുപോലെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പഠിക്കേണ്ടതുപോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഉലൂഹിയത്തിലേക്ക് അവർ ക്ഷണിക്കാതെ നിർവാഹമില്ല. കാരണം റുബൂബിയത്തിന്റെ മുക്തളയാണ്, റുബൂബിയത്തിന്റെ ലവാസിമുകളാണ് തൗഹീദ് റുബൂബിയത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുക. റുബൂബിയത്ത് പറഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? അതിലൂടെ ഉലൂഹിയത്തിലേക്ക് എത്തിച്ചേരാതെ എങ്ങനെയാണ് റുബൂബിയത്ത് പൂർണ്ണമാകുക? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് അഹ്ലുസുന്ന വൽ ജമാഅ സ്ഥിരീകരിച്ചൊരു ഖാഇദയാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ. ആർക്കൊക്കെ ഉലൂഹിയത്തിൽ പഠിച്ചിട്ടുണ്ടോ അവർ റുബൂബിയത്തിന് കൊടുക്കേണ്ട ഹക്ക് കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് മറ്റൊരു പാഠം. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റുബൂബിയത്തിനെ സ്ഥാപിക്കുന്ന തെളിവുകൾ പണ്ഡിതന്മാർ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ 4 രൂപത്തിൽ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഒന്ന് അദ്ദലീലു ശർഈ, അദ്ദലാഇലു ശർഈയ. 2 അദ്ദലാഇലുൽ ഫിത്രിയ. 3 അദ്ദലാഇലുൽ ഹിസ്സിയ. 4 അദ്ദലാഇലുൽ അഖ്ലിയ. ഈ 4 രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റുബൂബിയത്ത് നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. ഒന്നാമത്തെ രൂപം, ഈ വാക്കുകൾ നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുക, പക്ഷേ ഇസ്ലാമിന്റെ ഓരോ സാങ്കേതിക ശബ്ദവും എത്ര സുസ്ഥാപിതമായി, എത്ര മനോഹരമായി, എത്ര കൃത്യമായി, എത്ര വ്യക്തമായി, എത്ര ഖണ്ഡിതമായാണ് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ രചിച്ചു വച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഈ വാക്കുകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ചിലപ്പോൾ പുതിയ വാക്കുകളായിരിക്കാം, ആർക്കും പ്രയാസം തോന്നേണ്ടതില്ല. എന്താണ് അദ്ദലീലു ശർഈ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവുകൾ, ആയത്തുകളും സ്വഹീഹായ ഹദീസുകളും അല്ലാഹുവിന്റെ റുബൂബിയത്തിനെ അറിയിക്കുന്നുണ്ട്, ഇല്ലേ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ. ഇങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ്, ഖാലിഖാണ്, മാലിക്കാണ്, മുദബ്ബിറാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ റുബൂബിയത്തിനെ അറിയിക്കുന്ന ധാരാളം ആയത്തുകളും ഹദീസുകളുമുണ്ട്. അല്ലാഹുവിന്റെ റുബൂബിയത്തിനെ സ്ഥാപിക്കാനുള്ള ഒന്നാമത്തെ തെളിവ് അതാണ്, ആയത്തുകളും ഹദീസുകളും. ഇതിനാണ് ശർഈയായ ദലീലുകൾ എന്ന് പറയാം. ശർഈയായ തെളിവുകൾ അതാണല്ലോ ഖുർആനും സുന്നത്തും. ഖുൽ അഗൈറല്ലാഹി അബ്ഗി റബ്ബൻ വഹുവ റബ്ബു കുല്ലി ഷൈഇൻ. അല്ലാഹു അല്ലാതെ മറ്റൊരു റബ്ബിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവനാണ് എല്ലാ പടപ്പുകളുടെയും എല്ലാ വസ്തുക്കളുടെയും റബ്ബ്. ഇങ്ങനെ തുടങ്ങി ഖുർആനിലും സുന്നത്തിലും അല്ലാഹുവിന്റെ റുബൂബിയത്തിനെ സ്ഥാപിക്കുന്ന ധാരാളം തെളിവുകൾ നമുക്ക് കാണാം. ഇതാണ് അല്ലാഹുവിന്റെ റുബൂബിയത്തിനെ സ്ഥാപിക്കുന്ന തെളിവുകളുടെ ഒരു രൂപം. രണ്ടാമത്തെ രൂപം അദ്ദലീലുൽ ഫിത്രി, നമ്മുടെ ഫിത്രത്ത്, ഒരു മനുഷ്യന്റെ ശുദ്ധ പ്രകൃതി. അല്ല, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ മനുഷ്യനും ഇസ്ലാമിന്റെ തനതായ തൗഹീദിന്റെ ശുദ്ധ പ്രകൃതിയിലാണ് ഇവിടെ ജനിച്ചു വീഴുന്നത്. ആ ഫിത്രത്ത് അള്ളാഹുവിന്റെ റുബൂബിയത്തിലേക്ക്, തൗഹീദിലേക്ക് നമ്മെ നയിക്കുന്ന തെളിവാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ജീവൻ നൽകിയ, ജീവിതം നൽകിയ ഒരു കുഞ്ഞ്, പിറന്നു വീഴുന്നൊരു കുഞ്ഞ്, ആ കുഞ്ഞിനെ അവരുടെ മാതാപിതാക്കളോ സമൂഹമോ സാഹചര്യമോ ഒന്നും സ്വാധീനിക്കാത്ത രൂപത്തിൽ ആ ജനിച്ചപടി അതിനെ വളർത്താൻ വിടുകയാണെങ്കിൽ തീർച്ചയാണ് വല്ലാഹി സുമ്മ തല്ലാഹ്, ആ കുട്ടിയുടെ ഫിത്രത്ത് തനിക്കൊരു റബ്ബുണ്ട്, തനിക്കൊരു ഖാലിഖുണ്ട്, തനിക്കൊരു മാലിക്കുണ്ട് എന്ന റബ്ബിന്റെ റുബൂബിയത്തിലേക്ക് അവന്റെ ഫിത്രത്ത് നയിക്കും. നോക്കൂ നിങ്ങൾ, അല്ലാഹു ഇല്ല എന്ന് നിഷേധിക്കുന്നവർക്ക് വരെ ഒരു വേള അല്ലാഹുവിന്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്ന അവസ്ഥയുണ്ടാകും. നിങ്ങൾ കണ്ടിട്ടില്ലേ, പല നിരീശ്വരവാദികളായിട്ടുള്ള, എത്തിച്ചുകളായിട്ടുള്ള, മുൽഹിദുകളായിട്ടുള്ള സെലിബ്രിറ്റികൾ, കളിക്കാർ, അവരെ കളിയിൽ വിജയമുണ്ടാകുമ്പോൾ, അവർക്ക് എന്തെങ്കിലും സന്തോഷകരമായ സംഗതികൾ ഐഹികമായി ലഭിക്കുമ്പോൾ അവർ ആകാശത്തേക്ക് ചൂണ്ടുന്നത് കാണാം, അല്ലേ? മുകളിലേക്ക് നോക്കി അവർ പ്രാർത്ഥന നിർഭരരായി ഒന്ന് നെടുവീർപ്പെടുന്നത് കാണാം. അവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ നിഷേധിക്കുന്നവരുണ്ട്. ആരാണ് അത് ചെയ്യിപ്പിച്ചത്? അവരുടെ ഫിത്രത്താണ്. പറയുമ്പോൾ മുസ്ലിമീങ്ങൾ തന്നെ അള്ളാഹുവിന്റെ ഉലൂവ്, അള്ളാഹുവിന്റെ സ്ഥാനം ഉപരിയിലാണ് എന്നിവിടെ ചർച്ച നടന്ന് അഖീദയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും കുത്താണ്. ആ സ്ഥാനത്ത് മുൽഹിദുകൾ അവരുടെ ഫിത്രത്ത്
അള്ളാഹു ഉപരിയിലാണെന്ന് പറയിപ്പിക്കുന്നുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റുബൂബിയത്ത് നമ്മുടെ ഫിത്രത്ത് അംഗീകരിക്കുന്ന കാര്യമാണ് എന്നത് നമ്മൾ സ്ഥാപിക്കുകയാണെങ്കിൽ അവിടെ രണ്ട് കൂട്ടർക്കുള്ള മറുപടിയുണ്ട്. ഒന്ന്, റുബൂബിയത്തിനെ നിഷേധിക്കുന്ന അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അതുപോലെ തന്നെ സ്വാലിഹീങ്ങൾക്കുമെല്ലാം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാനും ഗൈബ് അറിയാനും ഒക്കെ കഴിവുണ്ട് എന്ന് പറയുന്നവർക്കുള്ള മറുപടിയുണ്ട്. രണ്ട്, സാക്ഷാൽ നിരീശ്വരവാദികൾക്ക് നിർമ്മതവാദികൾക്കുള്ള മറുപടിയുണ്ട്. ഇവിടെ നോക്കൂ, നിങ്ങൾ ലോകത്ത് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം എടുക്കുകയാണ്. എന്നാണ് ഇതിവിടെ ഒരു പ്രസ്ഥാനമായി, ഒരു ആദർശമായി, ഒരു ധാരയായി പുറപ്പെട്ടത്? ഈ 17-ാം നൂറ്റാണ്ടിനടുത്തല്ലാതെ നിരീശ്വരവാദം ഒരു കൂട്ടായ്മയായി, ഒരു പ്രസ്ഥാനമായ, ഒരു ആദർശമായി ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ അതിന്റെ മധ്യത്തിലോ ആയിട്ടാണ് ഈ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ ലോകത്തിന് ഉടലെടുക്കുന്നത്. അതിനു മുമ്പ് ഒരു നിരീശ്വരവാദി, എത്തിസം, അറബിയിൽ പറയുകയാണെങ്കിൽ ലാദീനിയ, ഇൽഹാദ്, ഈ വാചകങ്ങൾ തന്നെ പ്രസക്തമല്ലായിരുന്നു. അങ്ങനെ സംഭവം തന്നെ അല്ലായിരുന്നു. ഒറ്റപ്പെട്ട ആളുകൾ മനുഷ്യ ചരിത്രം തുടങ്ങിയത് മുതൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം മുതൽ ഇങ്ങെടുക്കുക. ചരിത്രത്തിൽ എത്രയോ അമ്പിയാക്കളുടെ സമൂഹങ്ങളുടെ ചരിത്രം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നിരീശ്വരവാദികളായി അറിയപ്പെട്ടത് ഒരു ഫിറഔൻ, ഒരു നമ്രൂദ്, അങ്ങനെ സ്വേച്ഛാധിപതികളായ, ധിക്കാരികളായ, എണ്ണപ്പെട്ട വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം. പിന്നീട് ഈ അടുത്ത കാലത്താണ് ഈ നിരീശ്വരവാദം നമ്മുടെ നാട്ടിൽ അതൊരു പ്രസ്ഥാനമായ, ഒരു ആദർശമായി തഴച്ചു വളർന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ബഅദ്. اللهم يا حي يا قيوم برحمتك نستغيث اصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് ഈ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ ചരിത്രം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ മുൻകാലത്ത് അതിനൊരു വേര് പോയിട്ടൊരു ശാഖ പോലും ഇല്ലായിരുന്നു. ഈ അടുത്ത നൂറ്റാണ്ടുകളിലാണ് അത് രംഗപ്രവേശം ചെയ്ത ഒരു ആദർശമായ, പ്രസ്ഥാനമായ, ഒരു ധാരയായി വളർന്നു പന്തലിച്ചത്. അത് തന്നെ മനുഷ്യരുടെ ഫിത്രത്ത് അള്ളാഹുവിന്റെ റുബൂബിയത്തിലേക്ക്, അവന്റെ തൗഹീദിലേക്ക് നയിക്കുന്നു എന്നുള്ള തെളിവാണ്. എങ്ങനെയാണ് തെളിവാവുക? പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? മുമ്പ് ആളുകൾക്കിടയിൽ ഈ സാധനം പരിചയമില്ലായിരുന്നു. എണ്ണപ്പെട്ട 1-2 ആളുകളാണ് ഇത് ശബ്ദിക്കുന്നുണ്ടായിരുന്നത് ചരിത്രത്തിൽ. കാരണം ജനങ്ങളുടെ ഫിത്രത്ത് അത് അംഗീകരിക്കുമായിരുന്നു. ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്, തന്നെ പടച്ച റബ്ബുണ്ട്, ഖാലിഖുണ്ട്, മാലിക്കുണ്ട്. ജനങ്ങളുടെ ഫിത്രത്തിനെതിരായൊരു സംഗതിയായിരുന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ അതിന്റെ പിന്നാലെ കൂടിയിട്ടില്ല. വഴിപിഴച്ച, അങ്ങേയറ്റം കൊലാലത്തിലായ എണ്ണപ്പെട്ട 1-2 ആളുകൾ, റയർ ഇൻ റയർ. പിന്നീട് എപ്പോഴാണ് ഇത് വളർന്നു പന്തലിച്ചത്? ജനങ്ങളുടെ ഫിത്രത്ത് അപഹരിക്കപ്പെട്ടപ്പോൾ. സോഷ്യൽ മീഡിയയും ഈ നവമാധ്യമങ്ങളും മറ്റാളുകൾ നശിക്കാൻ കാരണമാകുന്ന സകല മാധ്യമങ്ങളും പ്രചുര പ്രചാരം നേടിയപ്പോൾ, ഇന്റർനെറ്റിന്റെ കുത്തൊഴുക്കുമെല്ലാം ഉണ്ടായപ്പോൾ ഈ ദലാലത്ത്, ജനങ്ങളുടെ ശുദ്ധ പ്രകൃതി നശിപ്പിക്കപ്പെടാൻ തുടങ്ങി. ആ ഫിത്രത്ത് നശിപ്പിക്കപ്പെട്ടപ്പോൾ ഫിത്രത്ത് അംഗീകരിക്കുന്ന അള്ളാഹു ഉണ്ട് എന്ന, അള്ളാഹു അവൻ ഖാലിഖാണ്, റബ്ബാണ്, ഈ പ്രപഞ്ചത്തിനു സൃഷ്ടാവുണ്ട് എന്ന ഫിത്രത്ത് അംഗീകരിക്കുന്ന യാഥാർത്ഥ്യം ആളുകൾ അതിന് തെന്നിമാറാൻ തുടങ്ങി. അപ്പൊ ഫിത്രത്ത്, നമ്മുടെ ശുദ്ധപ്രകൃതി, അള്ളാഹു ഉണ്ട്, അവന്റെ റുബൂബിയത്തിലേക്ക് നമ്മെ നയിക്കുന്ന തെളിവാണ് എന്ന് പറഞ്ഞതിന് ഈ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുടെ ചരിത്രവുമായി ബന്ധമുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോയിന്റ് കത്തിയോ? തയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എത്ര വലിയ നിരീശ്വരവാദിയാണെങ്കിലും, ഇത് നമ്മുടെ ആളുകൾക്ക് പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണത്. പണ്ഡിതന്മാർ പറയുന്നു, എത്ര വലിയ നിഷേധിയാണെങ്കിലും അവന്റെ ഫിത്രത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അവന്റെ ഫിത്രത്ത് അല്ലാഹു ഉണ്ട്, അവൻ എന്റെ റബ്ബാണ്, ഖാലിഖാണെന്ന് അംഗീകരിക്കും. അതെപ്പോഴാണ് പ്രകടമാകുമെന്ന് അറിയും? ഒരു കാഫിർ, ഒരു മുൽഹിദ് അതവന് പ്രകടിപ്പിക്കുന്ന വേളയുണ്ടാകും. ഇന്ന് ജീവിച്ചിരിക്കുന്ന മുൽഹിദുകളും നിരീശ്വരവാദികളും രഹസ്യമായത് പ്രകടിപ്പിക്കും. അള്ളാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ സൂറത്ത് യൂനുസിലെ 12-ാമത്തെ ആയത്ത്, സൂറത്ത് സുമറിലെ 8-ാമത്തെ ആയത്ത്,
അല്ലാഹു പറഞ്ഞു വഇദാ മസ്സൽ ഇൻസാന ദുർറു ദആനാ ലിജംബി ഔ ഖായിദൻ ഔ ഖായിമാ. മനുഷ്യനെ ഒരു പ്രയാസം ബാധിച്ചാൽ അവനിതാ നമ്മോട് കിടന്നും നിന്നും ഇരുന്നും കൊണ്ട് പ്രാർത്ഥിക്കുന്നു, ദുആ ചെയ്യുന്നു. വഇദാ മസ്സൽ ഇൻസാന ദുർറുൻ ദആ റബ്ബഹു മുനീബൻ ഇലൈഹി. മനുഷ്യനൊരു ദുരിതം ബാധിച്ചാൽ തന്റെ റബ്ബിലേക്ക് കേണ് താണു മടങ്ങുന്നവനായി അവൻ അല്ലാഹുവിനെ വിളിക്കുന്നു. ഈ നാട്ടിലെ നിരീശ്വരവാദികളും അല്ലാഹു ഇല്ല എന്ന് പറയുന്നവരും അവർ ദുനിയാവിൽ അനുഭവിക്കാവുന്ന വലിയ പ്രതിസന്ധിയും പ്രയാസവും ഒന്ന് നേരിട്ടാൽ അവനൊരു മനുഷ്യനാണോ? അവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ, തനിക്ക് പ്രയാസത്തിൽ നിന്ന് വിടുതൽ നൽകാൻ അവന്റെ മനസ്സിൽ നിന്നൊരു തേട്ടമുയരും. അതവന്റെ ഫിത്രത്ത് അവനെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അത് പുറമേക്ക് അവർ പ്രകടിപ്പിക്കില്ല. പുറമേക്ക് അള്ളാഹുവിനെതിരെ, അവന്റെ ദീനിനെതിരെ ശബ്ദിക്കുമെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ അവർ മന്ത്രിക്കുന്നുണ്ടാകും. ഫിത്രത്ത്, മനുഷ്യന്റെ ഫിത്രത്ത് അള്ളാഹുലേക്ക് നയിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. നാളെ ഖിയാമത്ത് നാളിൽ കുഫാറുകൾ, മുശ്രിക്കുകൾ, അവർ ഉള്ളിലൊളിപ്പിച്ച കുഫർ, അവർ അഹങ്കാരം കൊണ്ടും ധിക്കാരം കൊണ്ടും ദുനിയാവിൽ അവർ പ്രകടമാക്കിയ കുഫർ, അവരുടെ ഫിത്രത്തിനെ മൂടിക്കളഞ്ഞ ആ ദുരൂഹത അവരത് വെളിപ്പെടുത്തുമെന്ന് അല്ലാഹു സൂറത്തുൽ അൻആമിൽ 28-ാമത്തെ ആയത്തിൽ പറയുന്നു. ബൽ ബദാലഹും മാ കാനൂ യുഖ്ഫൂന മിൻ ഖബൽ. അവർ മുമ്പ് ഒളിപ്പിച്ചു വെച്ചത് എന്താണ്? മുമ്പ് ഒളിപ്പിച്ചു വെച്ചത് അവരുടെ ഫിത്രത്തിൽ അള്ളാഹുലേക്ക് നയിക്കുന്ന ആ വിളി, അള്ളാഹു ഉണ്ട് എന്ന് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ മന്ത്രിക്കുന്നത് അവർ പുറമേക്ക് പ്രകടിപ്പിച്ചില്ല, ഇസ്ലാം പ്രഖ്യാപിച്ചില്ല, അവർ കുഫ്റാണ് ശബ്ദിച്ചത്. അന്ന് അവരത് ഒളിപ്പിച്ചു വെച്ചു. അവരുടെ ഫിത്രത്ത് അതിനെതിരായിട്ടും അവരെന്ത് ചെയ്തു? ആ ഫിത്രത്തിനെ കവച്ചു വെച്ചു കുഫ്ർ തുപ്പി, നിരീശ്വരവാദിയായി ദീനിനെതിരായി ജീവിച്ചു മരിച്ചു. എന്നാൽ നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ അവർ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ആ ഫിത്രത്ത് അംഗീകരിക്കുന്ന യാഥാർത്ഥ്യം അവർക്ക് വെളിപ്പെടും. അപ്പൊ ദുനിയാവിൽ അത് അവർ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടേ, ഫിത്രത്ത് മൂടിക്കളഞ്ഞിട്ടേ അവർക്ക് അഹങ്കാരം കൊണ്ട് ധിക്കാരം കൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിയൂ എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ ഏതൊരു പച്ച നിരീശ്വരവാദിയാണെങ്കിലും അവന്റെ ഫിത്രത്ത് ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹുലേക്ക് നയിക്കുന്ന ഒരു വിളിയും തേട്ടവും ഉണ്ടാകും. കാരണം എന്താണ്? അവനെയും നമ്മളെ എല്ലാ പടപ്പുകളെയും പടച്ചവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു ഇസ്ലാമിന്റെ ശുദ്ധപ്രകൃതിയിൽ പടച്ചതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചതാണ്. അതുകൊണ്ട് മനുഷ്യരുടെ ഫിത്രത്ത് അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിക്കാൻ നമ്മെ നയിക്കുന്ന പ്രധാനപ്പെട്ട തെളിവാണ്. മറ്റൊരു കാര്യം, അതെല്ലാവർക്കും അറിയാലോ. ഈ സംഗതികൾ നമ്മൾ കേൾക്കുക എന്നുള്ളത് തന്നെ നമ്മളെ ഫിത്രത്തിനെതിരാണ്. ഈ ഫിത്രത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ല, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല, പടച്ചവനില്ല, ഖാലിക്കില്ല, മാലിക്കില്ല, ഇതൊക്കെ വൃഥാ ഉണ്ടായതാണ്. ഇവിടെ പ്രത്യേകിച്ച് വിലക്കുകളില്ല, കൽപ്പനകളില്ല, എല്ലാവർക്കും തോന്നിയതുപോലെ ജീവിക്കാം. ഇതാണല്ലോ അവർ ഈ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളും ഈ ആശയങ്ങളും കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവരെ തേട്ടം എന്താണ്? തോന്നിയതുപോലെ മൃഗങ്ങൾ ജീവിക്കുന്നത് പോലെ തിന്നു കുടിച്ചു ഭോഗിച്ചു സുഖിച്ചു ജീവിക്കണം. ഇസ്ലാമിലേക്കും ദീനിന്റെ താല്പര്യങ്ങളിലേക്കും ചട്ടക്കൂടിലേക്കും വന്നു കഴിഞ്ഞാൽ, അള്ളാഹു ഉണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കണം, നിസ്കരിക്കണം, നോമ്പെടുക്കണം, ഹറാമുകൾ ഒഴിവാക്കണം, നന്മകൾ പ്രവർത്തിക്കണം. ഈ ചട്ടക്കൂടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും ആവശ്യമില്ല. അപ്പോ മൃഗത്തെപ്പോലെ അല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ അധപ്പതിക്കുന്ന രൂപത്തിൽ തോന്നിവാസിയായി, സ്വന്തം തന്നിഷ്ടങ്ങളെ ആരാധ്യനായി, തന്റെ ദേഹത്തിനും തോന്നിവാസങ്ങൾക്കും അടിമയായി ജീവിക്കാൻ, അതല്ലെങ്കിൽ അവനെ പോലുള്ള മറ്റേതെങ്കിലും അവരെ ലീഡർമാരുടെ അടിമയായി, മനുഷ്യന്റെ അടിമയായി ജീവിക്കാനാണ് ഈ കൂട്ടർ ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകളുടെ സംസാരം അത് നമ്മുടെ ഫിത്രത്ത് നശിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. സഹോദരങ്ങളെ, ഈ വിഷയം പൂർത്തിയാകുന്നതോടുകൂടി ഈ വിഷയത്തിലുള്ള ഒരു ധാരണ മനസ്സിലാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഞാൻ ഈ വിഷയത്തെ പ്രത്യേകം നമ്മുടെ നാട്ടിൽ ഇക്കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഇൽഹാദ്, ആ രംഗത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ശറഈയായ പരിഹാരങ്ങൾ അത് ഈ സംസാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർച്ചയായത് വരും. അപ്പൊ ഇടയിൽ നമ്മളെ സംസാരം വന്നു കഴിഞ്ഞാൽ മുറിഞ്ഞു പോകും.
പറഞ്ഞു വന്നത്, നമ്മുടെ ഫിത്രത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവന്റെ റുബൂബിയത്തിനെ കണ്ടെത്തുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഒരു കുട്ടി ജനിച്ചു വീണ് അത്യാവശ്യം നടക്കാനും ഓടാനും ചാടാനും ഒക്കെ പ്രായത്തിൽ കഴിഞ്ഞാൽ, ആ കുട്ടിക്ക് ഇടവും വലവും തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ വളർച്ച നമ്മളിങ്ങനെ സങ്കല്പിക്കുക. ആ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞാലും അതല്ലെങ്കിൽ ചോദിച്ചാൽ ഉത്തരം പറയാനും വിളിച്ചാൽ മറുപടി നൽകാനും ഒക്കെ സാധിക്കുന്നൊരു പ്രായത്തിൽ കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുക? ഇനി അത്ര ഓടാനും ചാടാനും നടക്കാനും പ്രായത്തിട്ടില്ലെങ്കിലും ശരി, മാസങ്ങൾ മാത്രമുള്ള ഒരു കുട്ടി, ആ കുട്ടിയെന്ന് തൊട്ടാൽ അല്ലെങ്കിൽ നടക്കാൻ കഴിയുന്നൊരു കുട്ടിയെന്ന് പുറകിൽ നമ്മൾ അടിച്ചാൽ ആ കുട്ടി എന്ത് ചെയ്യും? നടക്കാൻ പ്രായമുള്ള ഒരു കുട്ടിയെ പുറകിൽ നിന്ന് നമ്മളൊരു അടി കൊടുത്താൽ ആ കുട്ടി എന്ത് ചെയ്യും? തിരിഞ്ഞു നോക്കൂലേ? എന്തിനാ കുട്ടി തിരിഞ്ഞു നോക്കുന്നത്? പുറത്തടിച്ചു, ആ അടിച്ചതിന്റെ പിന്നിൽ അടിച്ചൊരു വ്യക്തിയുണ്ട്, ഈ അടിയുടെ പിന്നിൽ അടിച്ചൊരു വ്യക്തിയുണ്ട് എന്ന് കുട്ടി സബിന്റെ പിന്നിൽ മുസബിബും അതിന്റെ കാരണവും തിയറിയൊക്കെ പഠിച്ചിട്ടാണോ കുട്ടി തിരിഞ്ഞു നോക്കിയത്? ആ കുട്ടിയുടെ ഫിത്രത്ത് ആ കുട്ടിയെ പറയിപ്പിച്ചു, തന്നെ അടിച്ചതിന്റെ പിന്നിൽ ആ അടി പ്രവർത്തിച്ചൊരു വ്യക്തി ഉണ്ടാകും. ഇത് നമ്മുടെ ഫിത്രത്ത് അംഗീകരിക്കുന്ന കാര്യമാണ്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ലികുല്ലി ഹാദിസിൻ മുഹ്ദിസ്, എല്ലാ സംഭവത്തിനും പിന്നിൽ ആ സംഭവം പ്രവർത്തിച്ചൊരു ആളുണ്ടാകും. ലികുല്ലി അസറിൻ മുഅസ്സിർ, ഏതൊരു അടയാളത്തിനും ആ അടയാളം ഉണ്ടാക്കിയ ആളുണ്ടാകും. ലികുല്ലി മസ്നൂഇൻ ലഹു സാനി, ഏതൊരു നിർമ്മിക്കപ്പെട്ട സംഗതിയെയും നിർമ്മിച്ചൊരു നിർമ്മാതാവ് ഉണ്ടാകും. ഏതൊരു പ്രവൃത്തിയും പ്രവർത്തിച്ചൊരു പ്രവർത്തകൻ ഉണ്ടാവും. അതില്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല. ഇതാണ് നമ്മുടെ ഫിത്രത്ത് അംഗീകരിക്കുന്ന യാഥാർത്ഥ്യം, അല്ലേ? അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒരു പുൽക്കൊടി പോലും അത് വെറുതെ ഉണ്ടായിട്ടുള്ളതല്ല. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കടലും കരയും കാനനങ്ങളും അരുവിയും കാട്ടാറുകളും പക്ഷികളും മൃഗങ്ങളും, സഹോദര വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നീ നിന്റെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കൂ. നിന്റെ ഓരോ ഇഞ്ചിലും നിന്റെ ഓരോ കൺപീലികളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കണ്ടെത്താൻ സാധിക്കും. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വുജൂദ്, അവന്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്ന തെളിവുകൾ നമ്മുടെ ഫിത്രത്തിലെമ്പാടും അല്ലാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതാണ് അല്ലാഹുവിന്റെ റുബൂബിയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്ന തെളിവുകളുടെ രണ്ടാമത്തെ രൂപം, ദലീലുൻ ഫിത്രി. ആദ്യം നമ്മൾ പറഞ്ഞു ദലീലുൻ ശർഈ. ഇനി അതിനേക്കാൾ മനോഹരമായ പണ്ഡിതന്മാർ വിശദീകരിക്കുന്ന മറ്റൊരു തെളിവാണ് ദലീലുൻ അഖ്ലി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട് എന്ന് നമ്മുടെ ബുദ്ധി, കേടുവരാത്ത ബുദ്ധി നമ്മെ കൊണ്ട് പറയിപ്പിക്കും. പണ്ഡിതന്മാർ സലഫുകൾ ചിലർ പറഞ്ഞു, ഫകുല്ലു ഷൈഇൻ ദലീലുൻ അലാ വുജൂദില്ലാഹ്, എല്ലാ കാര്യങ്ങളും അല്ലാഹു ഉണ്ട് എന്ന് നിന്നെ അറിയിക്കുന്ന തെളിവുകളാണ്. അലാ ഇസ്ബാത്തില്ലാഹി ത്വറായികുൻ തദുല്ലു അലൈഹി ബിഅദദിൽ അൻഫാസ്, നിന്റെ ശ്വാസോച്ഛ്വാസത്തിന് സമാനമായ തെളിവുകൾ നിന്നെ അള്ളാഹുലേക്ക് നയിക്കുന്നതായിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം എത്ര ശ്വാസം വലിക്കും, എത്ര അത് പുറത്തുവിടും? ഈ ശ്വാസോച്ഛ്വാസത്തിന് ഓരോ ശ്വാസം വലിക്കലും പുറത്തുവിടലും അള്ളാഹുലേക്ക് നമ്മെ നയിക്കുന്ന തെളിവല്ലേ? അല്ലേ? ഇത് നമ്മുടെ ഫിത്രത്തും ബുദ്ധിയും അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ ബുദ്ധിയും ഫിത്രത്തും മുൻനിർത്തി സാക്ഷാൽ ഞാനാണ് ഇലാഹ്, ഞാനല്ലാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയുകയില്ല, ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന് ചരിത്രത്തിൽ ശബ്ദിച്ച മഹാഅഹങ്കാരി മുൽഹിദുമായ ഫിർഔനുമായി മൂസാ നബി സംവദിക്കുന്ന സംവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നുണ്ട്. അഖ്ലിയായ ഫിത്രിയായ തെളിവുകൾ നിരത്തിയിട്ടാണ്. സൂറത്ത് ശുഅറായിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. മൂസാ നബി ചോദിച്ചില്ലേ, അള്ളാഹുവിന്റെ വുജൂദിനെ അള്ളാഹു ഇല്ല എന്നതിനെ സ്ഥാപിച്ചുകൊണ്ട് മൂസാ നബി ചോദിച്ചു. അള്ളാഹുവിന്റെ വുജൂദിനെ എതിർത്തുകൊണ്ട് മൂസാ നബി ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, ആരാണ് ഈ റബ്ബുൽ ആലമീൻ? ആരാണെന്നല്ല ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, ഏതാണ് ഈ റബ്ബുൽ ആലമീൻ? അത്ര കടുത്ത അഹങ്കാരത്തിന്റെ ഭാഷയിലെ ചോദിച്ചു, ഏതാണ് ഈ റബ്ബുൽ ആലമീൻ? മൂസാ നബിയോട് എന്താണ് അള്ളാഹു മറുപടി പറയാൻ പറഞ്ഞത്? റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ. ആരാണെന്നറിയുമോ? റബ്ബുൽ ആലമീൻ
ആകാശങ്ങളുടെയും ഭൂമിയുടെയും റബ്ബ്, വമാ ബൈനഹുമ, അവക്കിടയിലുള്ളതിന്റെയും റബ്ബ്. ഇൻ കുൻതും മൂഖിനീൻ, ഇൻ കുൻതും മൂഖിനീൻ, നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നവരാണെങ്കിൽ. ഈ പ്രയോഗം ഉണ്ടല്ലോ, ഇൻ കുൻതും മൂഖിനീൻ, നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നവരാണെങ്കിൽ എന്ന പ്രയോഗം വിശദീകരിക്കവേ പണ്ഡിതന്മാർ പറഞ്ഞു, ഫിർഔനിനോട് മൂസാ നബിയെ കൊണ്ട് അള്ളാഹു പറയിപ്പിച്ചത് ഇതാണ്. ഫിർഔനും അവന്റെ കൂടെയുള്ളവരും എന്തെങ്കിലും കാര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹുലെ അവർ വിശ്വസിക്കുന്നില്ല. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ടാണ് ഈ ചോദ്യം. ഇനി എന്തെങ്കിലും കാര്യത്തിൽ ഫിർഔനും കൂട്ടരും ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ ഇൻ കുൻതും മൂഖിനീൻ, അതിനേക്കാൾ ഉറപ്പുള്ള കാര്യമാണ്, അവരുടെ ബുദ്ധിയും ഫിത്രത്തും അംഗീകരിക്കുന്ന അതിനേക്കാൾ വ്യക്തവും സ്പഷ്ടവും ഉറപ്പും കൃതകൃത്യവുമായ കാര്യമാണ് അള്ളാഹുവാണ് അവരുടെയും ആകാശഭൂമികളുടെ റബ്ബ് എന്ന്. ഇൻ കുൻതും മൂഖിനീൻ, അള്ളാഹുവാണ് റബ്ബ് എന്ന് അവർ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ അള്ളാഹുവാണ് റബ്ബ് എന്ന് പറയുന്നത് അർത്ഥമില്ല. മറിച്ച് അതിനപ്പുറത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ യാഥാർത്ഥ്യം, അതിനേക്കാൾ വലിയ ഉറപ്പാണ് അള്ളാഹുവാണ് റബ്ബ് എന്നത്. നോക്കൂ നിങ്ങൾ ആ മറുപടി. പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഫിർഔൻ അംഗീകരിച്ചോ? ഇല്ല. ഫിർഔൻ വീണ്ടും കളിയാക്കി. അലാ തസ്തമിഊൻ, കൂടെ ഇരിക്കുന്നവരോട് ഫിർഔൻ ചോദിച്ചു, എന്താണ് ഈ ചങ്ങാതി പറയുന്നത്, നിങ്ങൾ കേട്ടില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും മൂസാ നബിയെ കൊണ്ട് മറുപടി കൊടുത്തു. ഖാല റബ്ബുക്കും, ആകാശഭൂമികളുടെയും അവക്കിടയിലും റബ്ബ് മാത്രമല്ല, ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബാണ്, വറബ്ബു ആബാഇക്കുമുൽ അവ്വലീൻ, നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ പൂർവ്വ പിതാക്കളുടെയും റബ്ബാണവൻ. അപ്പൊ മൂസാ നബി ഫിർഔൻ വീണ്ടും കളിയാക്കി. ഖാല ഇന്ന റസൂലുക്കുമുല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ, ഏയ് നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ഈ റസൂൽ എന്ന് പറയുന്ന വ്യക്തിയുണ്ടല്ലോ മൂസ, ഭ്രാന്തനാണ് കേട്ടോ, ഭ്രാന്തനാണ്. എന്തൊക്കെ ഭ്രാന്താണ് ഈ വിളിച്ചു പറയുന്നത്? മൂസാ നബിയെ വീണ്ടും ഫിർഔൻ കളിയാക്കി. മൂസാ നബി നിർത്തിയോ? ഇല്ല. വീണ്ടും ഫിത്രിയായ അഖലിയായ തെളിവുകൾ അദ്ദേഹം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് റുബൂബിയത്തിന്റെ. ഖാല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ, ആകാശഭൂമികളുടെയും നിങ്ങളുടെ മുമ്പുള്ളയുടെയും മാത്രം റബ്ബല്ല, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും അവക്കിടയിലുള്ളതിന്റെയും റബ്ബും കൂടിയാണ് അവൻ. വീണ്ടും തെളിവ് സ്ഥാപിക്കണം. എന്നിട്ട് വളരെ നൈസായിട്ട് മൂസാ നബിയെ കുറിച്ച് എന്താ പറഞ്ഞത്? ലമജ്നൂൻ, ഭ്രാന്തൻ എന്ന് പറഞ്ഞില്ലേ, അതേ നാണയത്തിൽ അള്ളാഹു മറുപടി കൊടുത്തു. ഇൻ കുൻതും തഅഖിലൂൻ, നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ, നിങ്ങൾ ഭ്രാന്തന്മാരല്ല എങ്കിൽ റബ്ബുൽ ആലമീനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുത്തിയ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭ്രാന്തൻ എന്ന് നിങ്ങൾ വിളിച്ചുവെങ്കിൽ, നിങ്ങൾക്ക് ഭ്രാന്തില്ല എങ്കിൽ, നിങ്ങൾക്ക് കേടുവരാത്ത ബുദ്ധിയില്ല എങ്കിൽ, ബുദ്ധിയുണ്ട് എങ്കിൽ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ആകാശഭൂമികളുടെ റബ്ബിനെ നിങ്ങൾ അംഗീകരിക്കണം. ഇൻ കുൻതും തഅഖിലൂൻ. അതുകൊണ്ട് ആ റബ്ബിനെ അംഗീകരിക്കാത്ത നിങ്ങളാണ് അക്ഷരാർത്ഥത്തിൽ ഭ്രാന്തന്മാർ, ബുദ്ധിയില്ലാത്തവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻ കുൻതും തഅഖിലൂൻ. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ മനോഹരമായി, ബുദ്ധിപരമായി, യുക്തിപരമായി, ഫിത്രിയായി റുബൂബിയത്തിന്, അള്ളാഹുവിന്റെ വുജൂദിയത്തിന് സ്ഥാപിക്കുന്ന മനോഹരങ്ങളായ തെളിവുകൾ ഖുർആനിലും സുന്നത്തിലുമുണ്ട്. ഇതൊന്നും പഠിക്കാതെയാണ് ഇന്ന് മുൽഹദീങ്ങൾക്ക്, എത്തിസ്റ്റുകൾക്ക് മറുപടി പറയുന്നവരെന്ന് പറഞ്ഞ് ദീനിന്റെ അടിസ്ഥാന ഭാഷ പോലും അറിയാതെ, ഖുർആനിന്റെയും സുന്നത്തിന്റെയും അകമ്പടിയില്ലാതെ കേവല ഭൗതികമായ ചില തിയറികളും അതല്ലെങ്കിൽ ചില പ്രഹസനങ്ങളൊക്കെ മുൻനിർത്തി അവർക്ക് അതേ നാണയത്തിൽ മറുപടി പറയാൻ വേണ്ടി പലരും ഇറങ്ങി പുറപ്പെട്ടു. പക്ഷേ ഫലം എന്താണ്? പലതും വിചാരിക്കാത്ത രൂപത്തിൽ വിരുദ്ധമായ ഫലം ചെയ്യുകയും അവർക്ക് റീച്ച് കൂടുകയും ചെയ്യുന്ന അവസ്ഥയാണുള്ളത്. മനോഹരമായ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. തൽക്കാലം ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും ഒരുപാട് വിഷയത്തിൽ പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക നബിയന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഞായറാഴ്ച